നമസ്കാരം, കെവിൻ സാം ആണ്. ഇന്നാണെങ്കിൽ മിഷൻ ഇമ്പോസിബിൾ കാണാൻ വേണ്ടി നമ്മളിപ്പോൾ നോവ തിയേറ്റർ വരെ വന്നിരിക്കുകയാണ്. ഏതാ നമ്മുടെ സാറോ സെന്ററിൽ. പക്ഷെ ഒരു അബദ്ധം പറ്റിയായിരുന്നു, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പം അതാ വീഡിയോ ഇടാനും ഒക്കെ എല്ലാം താമസിച്ചു. ഓൾറെഡി എത്തിക്കഴിഞ്ഞു, തൊട്ടടുത്ത ആളാണ്, പക്ഷെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റ് ആയതാ. അപ്പോൾ ഏതായാലും സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഒരു റിവ്യൂ ആയിട്ട് ഇടാം, അതാ നല്ലത്. അല്ലാതെ ഇപ്പം വേറെ അതിൻ്റെ ഇടയ്ക്കുള്ള സീൻസ് ഒന്നും കാണിക്കാനുള്ള സമയമില്ല, നേരെയല്ല, ഓൾറെഡി എത്തിക്കഴിഞ്ഞു. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദി മൂവി. അങ്ങനെ സുഹൃത്തുക്കള് സിനിമയൊക്കെ കണ്ട് അങ്ങനെ പുറത്തിറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കണ്ടതിന് ശേഷം 30 സെക്കൻഡ് വീഡിയോ പറഞ്ഞില്ലായിരുന്നു, സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായം പറയാമെന്ന്. അങ്ങനെ കണ്ടു ഇറങ്ങി. സത്യം പറയാം, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മിഷൻ ഇമ്പോസിബിൾ ആദ്യമായിട്ടാണ് ഞാൻ. ഇതിനു മുമ്പ് ഫസ്റ്റ് പാർട്ട് ആണെങ്കിലും സെക്കൻഡ് പാർട്ട് ആണെങ്കിലും ഇതിനുള്ള പ്രീവിയസ്ലി ഇറങ്ങിയ ഏത് മിഷൻ ഇമ്പോസിബിൾ അതിനെക്കാട്ടൊക്കെ ഡിഫറെന്റ് ആണ് ഈ ഒരെണ്ണം. ബിക്കോസ് ഇതിനകത്ത് വരുന്ന ഓരോ ഇമോഷൻ സീൻസ് ആണേലും ഇതിനകത്ത് വരുന്ന അഡ്വഞ്ചർ ആണേലും നമുക്ക് ഒരു പേടി തോന്നും അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത്. മരിക്കുകയോ ജീവിക്കുകയോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് മിഷൻ ഇമ്പോസിബിൾ ഈ ഒരെണ്ണം പെർട്ടിക്കുലർ സീന് ഓരോന്നോരോന്ന് ഉണ്ടായിക്കൊണ്ട്. അപ്പോൾ ഈ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാൻ വൺ ടൈം ആവശ്യമില്ല. കാരണം എപ്പോഴും കാണുമ്പോൾ നമുക്കൊരു മൂഡ് ഔട്ടാണ്. ഞാൻ ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഫോർത്ത് പാർട്ടാണ്. ഏതാണ് ഗോസ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, അനിൽ കപൂർ ഒക്കെ വരുന്ന സിനിമ. ദുബായിലെടുത്ത ആ ബുർജ് ഖലീഫ സീനാണെങ്കിലും ഇന്ത്യയിലെടുത്ത് ഷോട്ട് ചെയ്ത സീനാണെങ്കിലും BMW ഡ്രൈവ് ചെയ്യുന്ന സീനാണെങ്കിലും അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഇപ്പോഴും കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് റിപ്പീറ്റ് വാച്ച് ആയിട്ടിരുന്ന് കണ്ട് എൻജോയ് ചെയ്ത ഒരു പടമാണ് മിഷൻ ഇമ്പോസിബിളിന്റെ 4ാം ഭാഗം. പിന്നെ 5th പാർട്ടും കുഴപ്പമില്ല, 6th പാർട്ടും കുഴപ്പമില്ല. പിന്നെ ഉള്ളത് സെക്കൻഡ് പാർട്ടായിരുന്നു ഏറ്റവും സ്ലോ മോഷനെ ഉപയോഗിച്ചത്. അതായത് ഭയങ്കരമായിട്ട് ബോറിങ് ഒരു പടമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് പാർട്ട് ഓക്കെ, ഗ്രേറ്റ്. അത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടായിരുന്നു പണ്ട്, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ബട്ട് ഞാൻ മിഷൻ ഇമ്പോസിബിൾ സീരീസിൽ ഈ 8 സിനിമയില് ഏറ്റവും എൻജോയ് ചെയ്തുള്ള ഏതാന്ന് പറഞ്ഞാൽ ഞാൻ പറയും ദാറ്റ് ഇസ് ഫോർത്ത് ആൻഡ് ഫിഫ്ത് പാർട്ട്. 6th പാർട്ട് കുഴപ്പമില്ല, എൻട്രി കാവിലൊക്കെ വരുന്നത് കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഫോർത്ത് പാർട്ടിന് അത്രയും എനിക്ക് പേഴ്സണലി എൻജോയ് ചെയ്തിട്ടില്ല 5th ഉം 6th ഉം. അപ്പൊ എനിവേ അങ്ങനെ 8th പാർട്ട് ഇറങ്ങി. 8th പാർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഡെത്ത് റെക്കണിംഗ് പാർട്ട് 2 ആണ് അങ്ങനെ പ്ലാൻ ചെയ്ത്, പക്ഷെ അതില് മാറ്റി അവര് റീടൈറ്റിൽ ചെയ്തു ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞിട്ട്. എനിവേ ഈ മിഷൻ ഇമ്പോസിബിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം അതിനകത്ത് ഒരു കില്ലിങ് സീൻസ് ആണ്. പിന്നെ ഇവിടെ ഒരാള് ചെയർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാ. അപ്പൊ എനിവേ ഏതായാലും 8th പാർട്ട് ആണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ സീൻസും കാര്യങ്ങളാണേലും ഇതിനകത്ത് ഒരു ഇമോഷൻസ് ആണേലും അതിനകത്ത് സ്റ്റോറി ടെല്ലിംഗ് ആണേലും എല്ലാം നല്ല അടിപൊളിയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന VFX ആണേലും പിന്നെ എന്താ പറയാ നമ്മളാ ഒരു ഞെട്ടിക്കുന്ന സീൻസ് ഒക്കെ ഇല്ലേ, അടുത്ത സീനിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്, അതേതായാലും ഇതിനകത്ത് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കാണേണ്ടതാണ്. പിന്നെ ടോം ക്രൂസിന്റെ ലാസ്റ്റ് മൂവിയാണെന്നാണ് മിഷൻ ഇമ്പോസിബിൾ 8 ഉണ്ടായിട്ടുള്ള ലാസ്റ്റ് പടമാണെന്നാണ് പറയപ്പെടുന്നത്. ഐ ഡോണ്ട് നോ. എനിവേ ഞാനൊരു മിഷൻ ഇമ്പോസിബിളിന്റെ ഒരു പടം ആയിട്ടാണ് കണ്ടത്. പുള്ളി റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. 30 വർഷം ഒറ്റ റോള് അഭിനയിക്കാന്ന് പറയാം, അതൊരു വേറെ ലെവലായി. ഇതിനകത്ത് കാണിച്ച ഒരു സ്റ്റൺസ് കാണുമ്പോൾ ഞാൻ ഇങ്ങേര് എന്റെ പൊന്ന്, ഇതിനകത്ത് എങ്ങനെ 63ാമത്തെ വയസ്സിൽ ഇത്രയും സ്റ്റണ്ട് കാണിക്കുന്നു. നമുക്കൊക്കെ 28ാമത്തെ വയസ്സില് രാവിലെ എണ്ണീക്കുന്നതും പിന്നെ ജോലിക്ക് പോകുന്നതും പിന്നെ വരുമ്പോ തന്നെ അങ്ങ് ക്ഷീണിക്കും സീരിയസ്ലി. അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ വർക്കൊക്കെ ചെയ്താൽ തന്നെ അതിനകത്ത് ഭയങ്കരമായിട്ട് അങ്ങ് ടയർഡാണ്. ഏതായാലും പുള്ളിക്കാരന് വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇത്രയും പ്രായത്തില് ഈ ഒരു ഏജില് സ്റ്റൺസ് ഒക്കെ കാണിച്ചത്. ഐ അപ്രീഷിയേറ്റ്. 28-30 വയസ്സുള്ള നമുക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം 60 വയസ്സുള്ള ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വർക്കിനെ ഒരിക്കലും ഡിസഗ്രി ചെയ്തില്ല. പുള്ളി ഒരു ലെജൻഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റൺ ലെജൻഡ്, അല്ലെങ്കിൽ ഒരു റിച്ചസ്റ്റ് ആക്ടർ, അല്ലെങ്കിൽ എന്താണ് ഹോളിവുഡിലെ സൂപ്പർ സ്റ്റാർ എന്ന് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക്. ഒരു ഷോർട്ട് കട്ടും ഒന്നുമില്ല. പുള്ളി ചെറുപ്പകാലം മുതൽ
ഒരു 10-40 വർഷം, ഒരു 45 വർഷം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ലെവലിൽ എത്തിയത്. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ഏതായാലും ഞാൻ ഇന്നത്തെ ദിവസം അങ്ങനെ നന്നായിട്ട് ആലോചിച്ചു. ജോലി കഴിഞ്ഞ് വന്ന് സിനിമയൊക്കെ കണ്ട് മണി ഇപ്പൊ 9 മണിയായി. KFC കഴിക്കാൻ ഞാൻ ഇപ്പൊ സാറ സെന്റർ വന്നു. അങ്ങനെ പിന്നെ സ്പൈസി ഫ്രഞ്ച് ഫ്രൈസിന് 1 ദിർഹംസ്, പിന്നെ സ്പൈസി ചിക്കൻ 18 ദിർഹംസ് KFC. സോ കഴിച്ച് കഴിയാ, വീട്ടിൽ പോവാ, എന്നിട്ട് നന്നായിട്ട് സുഖമായിട്ട് ഇനി ഉറങ്ങുക. അതാ ഇന്നത്തെ ഒരു മിഷൻ, എന്റെ മിഷൻ. സോ ഇതാ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ മിഷൻ ഇമ്പോസിബിൾ ഫാൻസ് ഒക്കെ ഒന്ന് കാണുന്നതല്ലായിരിക്കും, കാരണം ഇനിയും തിയേറ്ററിൽ ഒരു മിഷൻ ഇമ്പോസിബിൾ കാണാൻ പറ്റുമെന്ന് എനിക്കും അറിയത്തില്ല. ഇനിയും പുള്ളി 9-ാം ഭാഗം കൊണ്ടോ 10-ാം ഭാഗം കൊണ്ടോ വരുന്നു, നോ ഐഡിയ. ബട്ട് എന്റെ ഒരു ഒപ്പീനിയൻ അല്ല, സോറി, ഇത് സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഇനി ഒരു മിഷൻ ഇമ്പോസിബിൾ ഇനി വരത്തില്ല. ദിസ് ലാസ്റ്റ് മൂവി എന്നാണ് പൊതുവെ ഗൂഗിളിലും പിന്നെ അല്ലാതെ സിനിമയിൽ തന്നെ ഡയറക്റ്റ്ലി പറയുന്നത്. സോ നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് എൻജോയ് ചെയ്യുക. എന്താ അഭിപ്രായം തോന്നുന്നു വെച്ചാൽ അത് നിങ്ങള് ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ടേക്ക് കെയർ, ഹാവ് എ വണ്ടർഫുൾ ടൈം.